ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ആൺമക്കളിൽ മൂത്തവൻ നേരത്തെ അങ്ങ് ചത്തുപോയെന്ന് ഞാൻ കരുതിക്കൊള്ളാം. അർജുൻ, ഇനിയും നാണം കെട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരൂ. എന്താണ് ഉണ്ടായത്? ഇവള് നിന്നെ ഏതെങ്കിലും തരത്തിൽ ചതിച്ചാണോ ഇത് നടത്തിയത്? ആണെങ്കി പറ. നിന്നോടൊപ്പം ഈ അമ്മയുണ്ട്. അങ്ങനെ വല്ലതുമാണെങ്കിൽ ഇവളെയും ഇവളെയും ഞാൻ ഈ വീട്ടുമുറ്റത്തിട്ട് പച്ചയ്ക്ക് കത്തിക്കും. എന്താ ഉണ്ടായതെന്ന് നീ പറ. ആരെയും കൊല്ലാനൊന്നും നിൽക്കണ്ട. എന്റെ സമ്മതപ്രകാരം തന്നെയാ ഞാൻ ഐശ്വര്യ വിവാഹം കഴിച്ചത്. കാര്യങ്ങൾ ഇത്രമേലാക്കിയത് നീ തന്നെയല്ലേ രമേ? ഞാനും ജയനും നിന്നോട് പറഞ്ഞതല്ലേ നല്ലതുപോലെ ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കാവൂന്ന്. ഇപ്പൊ എന്തായി? ഇനിയിപ്പം ഈശ്വര നിശ്ചയമാണെന്ന് കരുതി സമാധാനിക്കുക, അത്ര തന്നെ. അങ്ങനെ സമാധാനിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിലോ? അർജുന്റെ കാര്യത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഈശ്വരനല്ല, അവന്റെ അമ്മയായ ഞാനാ. നിനക്ക് പറ്റിയ ഒരബദ്ധം. ഇതിനെ നീ അങ്ങനെ കണ്ടാ മതി. എന്നിട്ട് നീ ഇവളെ പറഞ്ഞുവിട്. വിവാഹശേഷം എത്ര ദിവസം കഴിഞ്ഞാണോ ഡിവോഴ്സ് കിട്ടുന്നത്, ആ ദിവസം നിനക്ക് ഈ അമ്മ ഡിവോഴ്സ് വാങ്ങിത്തരാം. നീ എന്റെ കൂടെ വാ. പറ്റില്ലമ്മേ. ഐശ്വര്യോടൊപ്പം ഞാൻ ജീവിക്കും. അമ്മ എന്നോട് ക്ഷമിക്കണം. അർജുൻ, ഞാൻ പറയുന്നത്. രമേ, ഇവന് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയും നീ എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? നിയമപ്രകാരവും ആത്മബന്ധം കൊണ്ടും ഐശ്വര്യ ഇപ്പോ അർജുന്റെ ഭാര്യ. നിന്റെ വാശിയും ദേഷ്യവും കാരണം അതങ്ങനെ അല്ലാതാവില്ല. അത് എന്തോന്ന് വർത്തമാനം അടിയാ? ഭദ്രൻ ഇതിൽ ഇടപെടണ്ട. അർജുന്റെ കാര്യം തീരുമാനിക്കാൻ അവന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. രമേ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതിൽ തടസ്സം നിൽക്കാതെ നീ മാറ്. എന്തായാലും അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ, അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. നീ മിണ്ടരുത്. നീയൊക്കെ എല്ലാം ചേർന്ന് ഈ രമാദേവിയെ തോൽപ്പിക്കാൻ നോക്കാണോ? ഇവളെ ഈ വീടിനകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റില്ല എന്നൊരർത്ഥമേ ഉള്ളൂ. രമ ഇത്രയും എതിരായി നിൽക്കുന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയാം. എന്തായാലും അർജുനെ ഐശ്വര്യയും രമ വീട്ടിൽ കയറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങള് രണ്ടുപേരും എന്റെ ഒപ്പം പോരെ. ഞാൻ വിചാരിച്ചാലും ഈ നാട്ടിലൊരു വാടക വീട് കിട്ടും. നിങ്ങൾക്ക് അവിടെ താമസിക്കാം.
രണ്ടുപേരും വന്ന് കാറി കയറ്. കിട്ടിയ അവസരം നീയങ്ങ് മുതലെടുത്ത് കത്തിക്കയറിക്കോ. നിന്റെ മുൻപിൽ തോറ്റു തന്നുകൊണ്ട് തന്നെ ഞാൻ പറയാ, ഇവളെ ഞാൻ ഈ പടിക്കകത്ത് കയറ്റില്ല. എന്റെ ആൺമക്കളിൽ മൂത്തവൻ നേരത്തെ അങ്ങ് ചത്തുപോയെന്ന് ഞാൻ കരുതിക്കൊള്ളാം. അർജുൻ, ഇനിയും നാണം കെട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരൂ. അർജുൻ, നീ ഒരിടത്തും പോകണ്ട. നിന്റെ അമ്മയെ പോലെ തന്നെ അവകാശം നിന്റെ അച്ഛനായ എനിക്കുമുണ്ട്. എന്റെ മകൻ ഭാര്യയുമായി മറ്റൊരു വീട്ടിൽ കഴിയുകയെന്ന് പറഞ്ഞ അതിന്റെ നാണക്കേട് എനിക്കാ. അതും മറ്റൊരാളുടെ ഔദാര്യത്തിൽ. നീയും ഐശ്വര്യം ജീവിക്കേണ്ടത് നിന്റെയും കൂടെ വീടായ ഇവിടെ തന്നെയാണ്. അതിന് നിങ്ങളെ ആരും എതിർക്കില്ല. നിന്റെ കാര്യത്തില് ഇതുവരെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ വന്നിട്ടില്ല. ആദ്യമായിട്ട് നിന്റെ ഒരു കാര്യം ഞാനായിട്ടങ്ങ് തീരുമാനിക്കുക. നീ ഇവിടെയും വിളിച്ച് അകത്തേക്ക് പോ. ചന്ദ്രലേഖേ, പോയി നിലവിളക്ക് കത്തിച്ചോണ്ട് വാ. കുഞ്ഞോളെ കൺഗ്രാറ്റ്സ്. താങ്ക്സ്. നിന്നെ മാത്രം വിശ്വസിച്ച് നിന്നെ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് ഐശ്വര്യ. അവളെയും കൊണ്ട് നീ തെരുവിലേക്കല്ല പോണ്ടത്. ആരെതിർത്താലും ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്ന തീരുമാനമാണ് എടുക്കേണ്ടത്. ഏയ്, വിളക്ക് തട്ടിക്കളയാൻ പോവുകയാണോ? ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ഒരടി നിനക്ക് അവകാശപ്പെട്ടതാ. അത് ഞാൻ ചെയ്ത അതിന്റെ ആ നാണക്കേട് എനിക്കായതുകൊണ്ടാ. നീ വല്ലാതെ വാശി കാണിച്ച അത് ചിലപ്പോ നടന്നെന്ന് വരും. രമേ, നീ കാണിക്കുന്നതൊക്കെ നിന്റെ അത്രയും പ്രിയപ്പെട്ട മൂത്ത മകനോടാണെന്നുള്ള കാര്യം നീ മറക്കരുത്. നിന്റെ വാശി ഇവനിൽ ശത്രുത ഉണ്ടാക്കിയേ ഉള്ളൂ. അവനും കൂടി ശത്രുവായാൽ പിന്നെ നിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. എന്നേക്കുമായി ഇവനെ നിനക്ക് നഷ്ടപ്പെടും.